കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായിട്ട് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവം ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. യോന എഴുതിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 പേരിൽ ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതോ എന്ന് ചോദിച്ചു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. യോനയുടെ പ്രവാചക പുസ്തകം നമുക്കറിയാം. യോനയുടെ ദൈവത്തിൽ നിന്നുള്ള അവൻ്റെ അകൽച്ചയും തിരിച്ച് ദൈവം അതിലേക്ക് അവനെ കൊണ്ടുവരികയും, എന്നാൽ യോന എന്ന ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ നിനവെ പട്ടണത്തിനുണ്ടായ അരുളപ്പാട് അത് കേട്ടും മനം തിരിഞ്ഞ് നിലവിളിയോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ കടന്നു വന്ന നിനവെ പട്ടണത്തിലെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞ അനർത്ഥം ദൈവം വരുത്താത്തത് കൊണ്ട് അതിനെപ്പറ്റി സ്തോത്രം വ്യാകുലപ്പെട്ട യോന പ്രവാചകൻ. ഇന്നത്തെ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് സ്തോത്രം ഒരു ആഗ്രഹമുണ്ട്. എന്തുവാ? നമ്മൾ പറയുന്ന ദൂത്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയുന്ന ദൂത് നമ്മൾ പറയുമ്പോൾ അത് നടക്കണം. അതൊരു പക്ഷെ നെഗറ്റീവാകും, പോസിറ്റീവാകും. അത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് 99% പ്രവാചകന്മാർ. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാൻ തക്കകൊണ്ട് കഴിയും. നമ്മളൊരു പ്രവചന ദൂത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെന്ന് മനുഷ്യരോട് കൈമാറുമ്പോൾ നമുക്കതിനകത്തൊരു ആഗ്രഹമുണ്ട്. ആ ദൂത് നടക്കുമ്പോൾ അതൊരു പക്ഷേ നെഗറ്റീവായിരിക്കാം, പോസിറ്റീവ് നല്ലതായിരിക്കാം, ഒരുപക്ഷെ അപകടമോ അനർത്ഥമോ നന്മയോ അനുഗ്രഹത്തിൻ്റെ ദൂതുകളൊക്കെ ആയിരിക്കാം. പക്ഷെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ യോന പ്രവാചകനും ഈ പട്ടണം നശിക്കുമെന്നാണ് ദൈവം ദൂത് പറഞ്ഞത്, അല്ലേ? നിലവെ പട്ടണത്തിന് എതിരായി ചെന്ന് വിരോധമായി പ്രസംഗിക്കാണ് യോനയോട് ദൈവം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം തർശീസിലേക്കുള്ള കപ്പലിൽ യാത്ര ചെയ്യുകയും കടലിനകത്ത് അവരെടുത്തിടുകയും അതിനെ തുടർന്ന് തിമിംഗലം വിഴുങ്ങി നിലവെ പട്ടണത്തിന് കരയിൽ വരുന്ന സാഹചര്യം നമുക്ക് അവർക്ക് പരിചിതമാണ്. എന്നാൽ നിലവെ പട്ടണത്തിൽ വന്നിട്ട് പിന്നെ ആ ദൂത് പറയുകയാണ്. പക്ഷെ ദൂത് കേട്ടാൽ നിലവെ പട്ടണത്തിലെ ആൾക്കാർ, രാജകൊട്ടാരം മുതൽ കുടിൽ വരെയുള്ള സകല ആൾക്കാരും അവർ ചില ദിവസങ്ങൾ ദൈവത്തിൽ ഇരുന്ന് കരഞ്ഞ് അവരുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ ദൈവം മാറ്റുവാൻ തക്കവണ്ണം ആ ദൈവത്തിൻ്റെ സ്വഭാവമാണത്. അതൊരിക്കലും പ്രവാചകന്റെ ചിന്തയ്ക്കകത്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല. ആര് നിലവിളിച്ചോ, അത് ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും, ആര് നിലവിളിക്കുമോ, ആര് ദൈവത്തോട് ഏറ്റുപറയുമോ, ഏറ്റുപറയുന്നതിനെ ക്ഷമിച്ച് പിന്നെയും അവനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. മുടിയൻ പുത്രൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കഥാപാത്രം പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്. ആ വ്യക്തി അപ്പൻ്റെ വീട്ടിൽ നിന്ന് അകലങ്ങളിലേക്ക് പോയി. എന്നാൽ അപ്പനെ നിങ്ങൾ ശ്രദ്ധിച്ച് ഓരോ വണ്ടി ആ റോഡിൽ വന്ന് നിൽക്കുമ്പോഴും, ഓരോ വണ്ടി ആ മുറ്റത്തുകൂടെ പോകുമ്പോഴല്ല ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ടായിരുന്നു, എൻ്റെ മകൻ തിരികെ വരും എന്നുള്ള ചിന്ത. വന്നപ്പോഴെന്നാ സംഭവിച്ചേ? അവന് 2 കൈയും നീട്ടി സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് അതിന്റെ ചെരുപ്പും വസ്ത്രവും കൈക്കും മോതിരവും ഇട്ടുകൊടുത്തൊരു അപ്പനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ ദൈവവൈതലേ, നീ ദൈവത്തിൽ നിന്നുള്ളവനാ, ദൈവത്തെ ആരാധിച്ചവനാ, ദൈവത്തെ പ്രാർത്ഥിച്ചവനാ, ദൈവത്തോടു കൂടെ നടന്നവനാ. പക്ഷെ ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിൽ നിന്ന് അകന്നെങ്കിൽ നീ മടങ്ങി വന്നാൽ നിന്നെ അപ്പനെ പോലെ ചേർത്തുകൊള്ളുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ദൈവം അനുകമ്പയുടെ ദൈവമാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ യോന പ്രവാചകൻ അല്പം ദേഷ്യമൊക്കെ പെടുകയാണ്, അല്ലേ? ഒരാവണക്ക് ദൈവം ഉണ്ടാക്കുന്നു. സ്തോത്രം. ആ ആവണക്കിന്റെ അടുക്കൽ വന്നിരുന്ന ആശ്വാസം കൊണ്ട് യോന പ്രവാചകൻ പക്ഷെ ഒരു രാത്രി ഒരു പുഴുവിനെ ദൈവം കൽപ്പിച്ചാക്കി ആവണക്ക് പിറ്റേ ദിവസം ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇവിടെ ആ ആവണക്കിനെ പ്രതി സ്തോത്രം ആര് കോപിച്ചു? യോന പ്രവാചകന് കോപിച്ചു എന്നുള്ളതാണ് 4:9 നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. സ്തോത്രം. അപ്പൊ എന്തിന് കോപിക്കുന്നു എന്ന് ദൈവം യോനയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ്: മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞാണ് ദൈവത്തോട് അവനെ എതിർക്കുവാൻ തക്കവണ്ണം ഇടവന്നത്. സ്തോത്രം. എന്നിട്ട് ആ 10-ാം വാക്യത്തിൽ പറഞ്ഞു, അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുത്.
പറയുന്നു. യോനയോട് ദൈവം പറഞ്ഞൊരു വാചകമാണ്, യോനെ നിനക്കൊരാവണക്കിനെ പ്രതി വിഷമമുണ്ടായില്ലേ, അനുകമ്പ തോന്നിയില്ലേ? എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിയാത്ത ഒരു കൂട്ടം ആൾക്കാർ 1,20,000 ചില്ലുവാനും പേർ നിലവെ പട്ടണത്തിനകത്തുണ്ട്. അവരുടെ നിലവിളി എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, അവരോട് ഞാൻ അനുകമ്പ കാണിച്ചു എന്നാണ് യോന പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുവാൻ തക്കവണ്ണം ഇടവന്നത്. എന്താ അതിന്റെ അർത്ഥം? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം കരുണയുടെ ദൈവമാണ്, അവൻ അനുകമ്പയുടെ ദൈവമാണ്. നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മുടെ പാപത്തെ നമ്മൾ ഏറ്റുപറയുമ്പോൾ നിശ്ചയമായി ദൈവം ക്ഷമിച്ച് പിന്നെയും നമുക്ക് ദൈവത്തോട് അടുത്തു വരേണ്ട സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരട്ടെ. സ്തോത്രം. അതിനുവേണ്ടി കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദി. ദൈവത്തിൽ നിന്ന് അകന്ന ഒരു കൂട്ടം തലമുറയെ, ഒരു കൂട്ടം സഹോദരങ്ങൾ, ഒരു കൂട്ടം ദൈവജനത്തെ ഇന്ന് പ്രഭാതത്തിൽ അവരെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗ്ഗം അവിടെ നിന്ന് അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.